എല്ലാ പേരും തൃക്കാർത്തികയൊക്കെ ആഘോഷിച്ചായിരുന്നോ? വീട്ടിൽ ദീപമൊക്കെ തെളിയിച്ചായിരുന്നോ? ഇവിടുത്തെ വീട്ടിൽ കിച്ചുമൂനും ഏട്ടനും കൂടെയാണ് ദീപമൊക്കെ ഒരുക്കിയതും തെളിയിച്ചതുവേ. പിന്നെ കാച്ചിൽ, ചേന, ചേമ്പ് ഒക്കെ പുഴുങ്ങിയായിരുന്നു കേട്ടോ. ഹായ് എവ്രി വൺ, ഹാപ്പി ഗുഡ് മോർണിംഗ്. ദീപയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ കിച്ചുമോൻ്റെ ലഞ്ച് ബോക്സിൽ നമുക്ക് ഗാർലിക് ടൊമാറ്റോ റൈസ് കൊടുത്തു വിടാം. അതിലേക്കായിട്ട് ഞാൻ 2-3 സ്പ്രിംഗ് ഓണിയൻ എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകെ 2-3 സ്പ്രിംഗ് ഓണിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഗാർലിക്ക് വേണം, പിന്നെ ഒരു സവോളയും ടൊമാറ്റോയും കൂടെ വേണമായിരുന്നു. കൈമ റൈസാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ ഏട്ടനാണെങ്കിൽ ദോശ, ഇഡ്ഡലി ഒക്കെയാണ് ഇഷ്ടം. രാവിലെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നതിന് മുന്നേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാതെ കഴിക്കാൻ ഇരുന്നിട്ടാണെങ്കിൽ ചോദിക്കും ഇന്ന് ഇതാണോ ഉണ്ടാക്കിയതെന്ന് ചോദിക്കും കേട്ടോ. എന്നാലും കഴിച്ചോളും. വലിയ ഇഷ്ടമല്ല ഏട്ടനെ. അപ്പോൾ ഇവിടെ ചമ്മന്തി ഒന്നും ഉപ്പുമാവിന് കഴിക്കത്തില്ല. പഴം ഇരിപ്പുണ്ട്, പിന്നെ ഞാൻ പപ്പടവും കൂടെ വറുക്കാമെന്ന് വിചാരിച്ചു. കിച്ചുമോന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താലും കഴിച്ചോളൂ കേട്ടോ. ഇഡലിയോ ദോശയോ ഇടിയപ്പോ ഉപ്പുമാവോ ഇന്നതൊന്നുമില്ല. പിന്നെ അവൻ ഉച്ചയ്ക്ക് ലഞ്ചിന് വേറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ 2-3 വറ്റൽമുളക് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3-4 വെളുത്തുള്ളിയും 1 സ്പൂൺ പെരിഞ്ചീരകവും കൂടെ ഇട്ട് ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തായിരുന്നേ. കിച്ചുമോനാണെങ്കിൽ ഈ ചോറൊക്കെ കൊണ്ടുപോകാൻ ഇച്ചിരി മടിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള റൈസ് ആണെങ്കിൽ അവൻ കൊണ്ടുപോയിക്കോളും. അതിലേക്ക് നമുക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് എടുക്കാം, കടുക് പൊട്ടിക്കാം, വറ്റൽമുളക് ഇട്ട് ഉള്ളി ഇട്ട് ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഞാൻ പപ്പടം വറുക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേ കുറച്ച് ഫ്രൈസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അത് വറുക്കാന്നേ. അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇട്ടു. അതിനുശേഷം ടൊമാറ്റോ ഇട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു ഇച്ചിരി ഗരം മസാല ഇട്ട് റൈസും കൂടെ ഇട്ട് മിക്സ് ചെയ്തു. ആവശ്യത്തിന് മല്ലിയിലയും സ്പ്രിംഗ് ഒണിയനും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഗാർലിക് ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കിച്ചി ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ഇച്ചിരി ഏറെ വെക്കാൻ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ ഒരു ഇച്ചിരി നാരങ്ങയും ടൊമാറ്റോ സോസും പിന്നെ ഫ്രൈസും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കിച്ചിക്ക് സാലഡ്സ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. കിച്ചിക്കാണെങ്കിൽ നല്ല ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ചൂടായിട്ടുള്ള വെള്ളം വേണമെന്ന് പറഞ്ഞു. അത് കാരണം ഞാനത് ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ കിച്ചുമോൻ സ്കൂളിൽ പോകാൻ റെഡിയായി. ഒരു 3-4 മാസം ആയതേ ഉള്ളൂ കേട്ടോ. കിച്ചി ഇങ്ങനെ സൈക്കിളിൽ പോകാൻ തുടങ്ങിയിട്ട് സാധാരണ സ്കൂൾ ബസ്സിലാണ് കേട്ടോ കിച്ചി പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ കിച്ചുമോൻ പോയി കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ കുഴിയാള മീൻ മേടിച്ചുകൊണ്ട് വന്നു. ഇത് ഇനി വെട്ടി തേച്ച് കഴുകി കറി വെക്കണം. ഇന്നലത്തെ മോരുകറി ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി ഞാൻ മേക്ക് ഓവർ ചെയ്തെടുത്തു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സ്മൈലിംഗ് ഓൾവേസ്.